ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് പത്തിരിയാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. ഇനി ഇതിനെ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ വലിയ സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കരുത്. നമ്മൾ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഓരോ ബോളും ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പൂരിയുടെ ആ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാതും ഈ ഒരു സൈസിലാണ് കേട്ടോ ആദ്യം പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദ ഇതുപോലെ തൂവി കൊടുക്കണം. അതിൻ്റെ മുകളിൽ വീണ്ടും പരത്തിയിട്ടുള്ള ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ ഇതുപോലെ തൂവി കൊടുക്കാം. അങ്ങനെ 8 ലെയറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 എണ്ണം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിച്ച് പരത്തി കൊടുക്കാം. കൂടുതൽ തിന്നായിട്ട് പരത്തൊന്നും വേണ്ട, ഈ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റ് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോന്നും ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് 8 ചപ്പാത്തി പോലെ ഇത് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് മുട്ട വെച്ചിട്ടൊരു മിക്സ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഇവിടെ 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട്സ്, കിസ്മിസ് ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ എള്ളു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷീറ്റിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 8 ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ മുട്ടയുടെ മിക്സ് ആക്കി കൊടുക്കണം. എല്ലാ ലെയറുകളും റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1-2 മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് വേറൊരു പാനിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പാനിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാനാണ്. അതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല മുരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി തന്നെയാണ് കേട്ടോ ഇത്. കോഴിക്കോട് സ്റ്റൈലിലുള്ള ചട്ടിപ്പത്തിരിയാണ്, സ്വീറ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. സ്വീറ്റ് ആയിട്ടും സ്പൈസി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്